പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം ഈ വചനത്തെ വ്യാഖ്യാനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ വലിയ തുറവി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. എന്താ കാര്യം എന്നറിയോ? ഇന്നും ധ്യാനിക്കുന്ന വചനഭാഗം ദാവീദ് എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിച്ചത്. ദാവീദ് നമ്മളെപ്പോലെ പാപം ചെയ്ത വ്യക്തിയാണ്. ദാവീദിനെ പോലെ നാമും പാപം ചെയ്യുന്നുണ്ട്. പക്ഷെ ദാവീദ് അനുഗ്രഹം പ്രാപിച്ച പോലെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. അപ്പോൾ ഇന്ന് അല്പം നേരം ദാവീദിൻ്റെ വലിയ പുണ്യപ്രവൃത്തി, എങ്ങനെയാണ് പാപം ചെയ്തിട്ടും തൻ്റെ ബലഹീനത അവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവനെങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു, അതിന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ പ്രത്യേകത നാം തിരിച്ചറിയണം. ഓർക്കുക പ്രിയമുള്ളവരെ, സങ്കീർത്തനം 51 2 സാമുവേൽ 12 വിശദമായി ദാവീദ് രാജാവിൻ്റെ ആ പാപത്തിൻ്റെ അവസ്ഥയും ആ പാപം ചെയ്തോടുകൂടി അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിഞ്ഞു, ദൈവത്തെ ആശ്രയിച്ചു. വീണ്ടും ആശ്രയിക്കുക മാത്രമല്ല, ഒരു തിരിച്ചുവരവാണ് നാം കാണുന്നത്. ദാവീദ് നമ്മളെപ്പോലെ ഒന്നും തെറ്റിനെ ന്യായീകരിച്ചില്ല, ഉടനടി ഏറ്റു പറഞ്ഞു. അതായത് പാപം ചെയ്തു, ആ പാപത്തിൻ്റെ അവസ്ഥ ന്യായീകരിച്ചില്ല. പാപം ചെയ്യുവാൻ കൂട്ടുന്ന സഹോദരിയെ കുറ്റപ്പെടുത്തിയുമില്ല, മറിച്ച് താൻ ചെയ്ത പാപത്തിൻ്റെ അവസ്ഥ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. പാപത്തിലൂടെ വന്ന ദൈവിക ബന്ധത്തിൻ്റെ തകർച്ച ഒത്തിരി ഭാരപ്പെടുത്തി. അതുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. പാപം ചെയ്തതോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പോകുമെന്ന് ദാവീദിന് ചിന്ത വന്നു. ഉടനെ ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നിൽ നിന്നും ഒരിക്കലും പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റരുതേ. ആത്മാർത്ഥത പറഞ്ഞ ആ ഒരു പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. ആന്തരികമായ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദാവീദിൻ്റെ ഉള്ളിനുള്ളിൽ ദാവീദ് ഒത്തിരി ആഗ്രഹിച്ചു. ദൈവത്തിനെതിരായി താൻ പാപം ചെയ്തു, ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന വലിയ വേദന. അതാണ് എന്നെ സ്നേഹിക്കുന്ന കർത്താവുമായുള്ള ബന്ധം ഞാൻ തന്നെ ബ്രേക്ക് ചെയ്തല്ലോ എന്ന ചിന്തയാണ് ദാവീദിനെ ഒത്തിരി ഭാരപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ദാവീദ് മാനസാന്തരത്തിൻ്റെ മാതൃകയാണ്. ഈ ദിവസം നമുക്ക് ദാവീദിനെ കുറിച്ച് ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അനുതാപത്തിൻ്റെ യഥാർത്ഥ മാതൃകയായ ദാവീദിനെ പോലെ പാപം ചെയ്ത് അംഗീകരിക്കുന്നു, ഏറ്റുപറയുന്നു. ഏറ്റവും ഉപരിയായി ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചു എന്നൊരു ചിന്തയോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലണം, തിരിച്ച് ചെല്ലണം. ഒപ്പം എൻ്റെ ഉള്ളിലെ ആത്മാവിന് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന വേദന ദാവീദിനെ ഒത്തിരി ഭാരപ്പെടുത്തിയ പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം നഷ്ടമാകാതെ കർത്താവേ, ഞാൻ ഏറ്റുപറയുന്നു, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലാൻ മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഏതെല്ലാം തരത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചു, ബന്ധം വിച്ഛേദിക്കാൻ കാരണമായെങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവം 100 ഇരട്ടി ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം കേട്ടോ. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, നുറുങ്ങിയ ഹൃദയത്തോടുകൂടി ഈ തമ്പുരാൻ്റെ മുന്നിൽ നിൻ്റെ അവസ്ഥ നീ ഏറ്റു പറയുമ്പോൾ നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. അതുപോലെ തന്നെ മറ്റു മക്കൾക്കും നീ പങ്കുവെക്കണം കേട്ടോ. അവരും കേൾക്കട്ടെ, അവരും കാണട്ടെ, അവരും ധ്യാനിക്കട്ടെ, അവരും അഭിഷേകം സ്വീകരിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.